അസ്സലാമു അലൈക്കും. ഇതാ ഞാനിവിടെ പാക്കിങ്ങിൻ്റെ ജോലിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഗൾഫിൽ പോവുകയാണെന്ന്. കാരണം അതുപോലെ സാധനങ്ങൾ പാക്ക് ചെയ്യാണ്. ഞാനിത് കൊണ്ടുപോകുന്നത് എൻ്റെ മോളെടുത്താണ്. അവൾ ചെന്നൈയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ ഇന്ന് പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൾഫിൽ പോകുന്നത് പോലെ, ഗൾഫിൽ നിന്ന് വരുന്നത് പോലെയാണ് ഈ സാധനം ഞാൻ പാക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മോളെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുക്കറ്, പിന്നെ അതിൻ്റെ കൂടെ തേങ്ങയുണ്ട്, പിന്നെ കുറേ ബേക്കറി സാധനങ്ങളുണ്ട്. അതിപ്പോൾ ഞാനിവിടെ എല്ലാം സെറ്റാക്കുകയാണ്. ഈത്തപ്പഴം നോമ്പ് വരെയാണല്ലോ, അപ്പോൾ കുട്ടിക്ക് നോമ്പിന് ഈത്തപ്പഴത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഈത്തപ്പഴമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അച്ചാറുണ്ട്, അച്ചാറൊക്കെ ഇട്ട് വെച്ചതുണ്ട്, കപ്പലണ്ടി, മിഠായി, അങ്ങനെ കുറേ കടല മിഠായി, എള്ള് മിഠായി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. സാധാരണ പണ്ടൊക്കെ നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ ഇങ്ങനെ സാധനങ്ങൾ പാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ചെന്നൈയിൽ നമ്മൾ സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറും ഫ്രൈ പാനും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയത് പാക്ക് ചെയ്യാണ്. പിന്നെ പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. അവർക്ക് ഈസി കുക്കിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം മറ്റേ അരിപ്പാണ്. സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഇനിയെല്ലാം അടുക്കി വയ്ക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ബൂസ്റ്റുണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ചെറിൻ്റെ അടപ്പൊക്കെ ഇവിടെ ഇങ്ങനെ വയ്ക്കാം. നമ്മുടെ തക്കാളി മുറുക്കുണ്ട്. കുട്ടിക്ക് ഇഷ്ടം മാഗിയാണ്. ചെറിയ കുട്ടിയൊന്നുമല്ല കേട്ടോ, പക്ഷെ അവർക്ക് എളുപ്പം പെട്ടെന്ന് കോളേജിൽ നിന്നൊക്കെ വന്നാൽ വേവിച്ച് തിന്നാൻ പറ്റുന്ന സാധനമാണ് മാഗി. അത് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വാങ്ങി എന്തോമിയാണ് മാഗി. അത് മെയ്ഡ് ഇൻ ഇന്തോനേഷ്യയാണ്. അപ്പോൾ നമ്മളെല്ലാ സാധനം പാക്ക് ചെയ്തിട്ടുണ്ട്. അരിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവൾക്കെന്താ സോന പപ്പടിയോ ഇതൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കുറേ ബേക്കറി ഐറ്റങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഫ്ലാറ്റിലടുത്ത് 2 ചെറിയ കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആ കുട്ടികൾക്ക് 2 പന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടിൻസ് കുട്ടികളാണെന്ന് പറഞ്ഞപ്പോൾ പന്ത്, കാറ്, കാറെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ ഓടിക്കൂടെ പോയി കാറ്, കൊച്ചു കുട്ടികളെ പോലെയല്ലേ. അപ്പോൾ എല്ലാം പാക്ക് ചെയ്യാണ്. കുറച്ച് അച്ചാറും മീനിൻ്റെ കുറച്ച് ഐറ്റങ്ങളുണ്ട്, ബീഫ് അച്ചാറുണ്ട്, എല്ലാം ഉണ്ട്. ബീഫ് അച്ചാറൊക്കെ ഞാൻ അടിയിൽ വെച്ചു. അപ്പോൾ ഇത് കണ്ടാൽ തോന്നും നമ്മൾ ഗൾഫിൽ നിന്ന് പോകുന്നത് പോലെയൊക്കെ തന്നെ എല്ലാം പാക്ക് ചെയ്യണം. ഇനി കുറച്ചും കൂടി വയ്ക്കാണ്ട് അതുകൂടി വെച്ച് പാക്ക് ചെയ്ത് നാളെ രാവിലെ ചെന്നൈയിലേക്ക് പാഴ്സലാക്കല്ല ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ശരി, ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.